നിജേഷ്, പ്രതിപക്ഷം ഇന്ത്യ മുന്നണി എന്ന സഖ്യത്തിന് വിഷയദാരിദ്ര്യമാണ്. രാഷ്ട്രീയമായി ഈ സർക്കാരിനെ അതിജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് സഭാധ്യക്ഷന് നേരെ തിരിയുന്ന ഒരു സമീപനമാണ്. അതിന് എല്ലാത്തിനും നിങ്ങൾ RSS എന്നൊരു ടാഗ് ലൈൻ ചേർത്ത് വെക്കാൻ ശ്രമിക്കുന്നു. ഈ നിലയിൽ പോവുകയാണ് BJP പ്രതിനിധിയായിട്ടുള്ള ശ്രീ കൃഷ്ണദാസിൻ്റെ ഇക്കാര്യത്തിലുള്ള വിമർശനം. ഇതിന് എന്ത് മറുപടിയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന്, കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ളത്? അല്ല, സർക്കാരിനെതിരെയാണെങ്കിൽ ശ്രീ കൃഷ്ണദാസിന് പറഞ്ഞ കാര്യങ്ങളെ ന്യായീകരിക്കാൻ വരുന്നു. നമ്മൾ BJP ഗവൺമെൻറ്റിനെതിരെയുള്ള പോരാട്ടം അത് എത്രയോ കാലമായിട്ടുണ്ട്. അത് പാർലമെൻറ്റിനകത്തുണ്ട്, പുറത്തുണ്ട്. പക്ഷേ പാർലമെൻറ്റിനകത്തേക്ക് വരുന്ന സമയത്ത് അത് ഇന്ത്യയുടെ ഭരണഘടന തരുന്ന സ്വാതന്ത്ര്യം തരുന്ന ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൽ സ്പീക്കർക്ക്, അധ്യക്ഷന് പ്രത്യേകമായ ചില പദവികളുണ്ട്. അദ്ദേഹം നിഷ്പക്ഷനാവണം. അദ്ദേഹം ആ പാർട്ടിയിൽ നിന്ന് വരുന്ന ആളാണെങ്കിലും ശരി, രാജ്യസഭ പരമോന്നത സഭയെ, ആ രണ്ട് സഭയെയും നയിക്കേണ്ട ഉത്തരവാദിത്വം സഭാ അധ്യക്ഷന്മാർക്കുള്ളതാണ്. അവിടെ വിവേചനത്തോടുകൂടി പെരുമാറാൻ പാടില്ല. നമ്മൾ ഇന്ത്യ രാജ്യത്തെ കോടിക്കണക്കിന് ജനതയെ റെപ്രസെൻ്റ് ചെയ്തു വരുന്ന ആളുകളുടെ അവരുടെ വിഷയങ്ങൾ ഉന്നയിക്കുന്ന ഇടമാണ് ലോക്സഭയും രാജ്യസഭയും. അവിടെ ഒരാൾ നിഷ്പക്ഷനല്ലാതിരിക്കുക, ട്രഷറി ബെഞ്ചിന് ആവശ്യമായ ആയുധങ്ങൾ കൊണ്ട് കൊടുക്കുക, അവരെ കൊണ്ട് കൈയടിപ്പിക്കുക, അവരെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കുക, സർക്കാരിൻ്റെ ക്യാപ്റ്റനായിക്കൊണ്ട് രാജ്യസഭയുടെ അധ്യക്ഷൻ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ പ്രമേയം കൊണ്ടുവരാനല്ലാതെ നമ്മൾക്ക് എന്ത് സാധിക്കും? അദ്ദേഹം നേരത്തെ പ്രസിദ്ധി കൊണ്ടല്ലല്ലോ ഇവിടെ എത്തിയിട്ടുള്ളത്, കുപ്രസിദ്ധി കൊണ്ട് മാത്രം ഈ പദവിയിലെത്തിയ ഒരു വ്യക്തിയാണ് ധൻഖർ. നമ്മൾ വിചാരിച്ചു അവിടെ എത്തിയാലെങ്കിലും അദ്ദേഹം നിഷ്പക്ഷമായി പെരുമാറും എന്നൊരു വിശ്വാസം ഇന്ത്യ രാജ്യത്തിനുണ്ടായിരുന്നു. പക്ഷേ അയാൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ഇടമാണ്. പ്രതിപക്ഷത്തിന് സമയം കൊടുക്കുന്നില്ല, ഭരണപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. ആ സമയത്ത് ഇന്ത്യ രാജ്യത്തെ ഒരു വികാരം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ, ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളെ ബോധ്യപ്പെടുത്താൻ, ഇന്ത്യയുടെ പാർലമെൻറ്റിനകത്ത് കൃത്യമായി സംഭവിക്കുന്നത് എന്താണ് എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി തന്നെയാണ് ഇന്ത്യ മുന്നണി ഈ തരത്തിൽ ഒരു അവിശ്വാസ പ്രമേയവുമായി വന്നത്. നമ്മൾക്കറിയാം, നീണ്ട 7 പതിറ്റാണ്ടിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത ഒന്ന് ഇപ്പോൾ തരണമെങ്കിൽ അതിന് വളരെ വ്യക്തമായ കാരണങ്ങളുണ്ട്. പഴയ കാലത്ത് ഇതുപോലെ തന്നെ നിന്ന, അല്ലെങ്കിൽ പ്രതിപക്ഷം നിന്ന കാലത്ത് എപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്? പരിണത പ്രജ്ഞരായ ഉപരാഷ്ട്രപതിമാർ ഉണ്ടായിരുന്ന കാലത്ത്, സഭാധ്യക്ഷന്മാരുണ്ടായിരുന്ന കാലത്ത് ഏകപക്ഷീയമായി പെരുമാറിയതിൻ്റെ ഒരു ചരിത്രം ശ്രീ കൃഷ്ണദാസ് ചൂണ്ടിക്കാണിക്കട്ടെ. ഇദ്ദേഹം പെരുമാറിയതുപോലെ മുൻപ് ഏതെങ്കിലും ആളുകൾ പെരുമാറിയിട്ടും ഒരു നടപടിയും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായ ചരിത്രമുണ്ട് എങ്കിൽ അത് ചൂണ്ടിക്കാണിക്കട്ടെ. അതല്ലാതെ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സിനെ, ഒരു രാഷ്ട്രീയത്തെ, അതിനെ ആക്ഷേപിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല. ശരി, അതിന്റെ ടെക്നിക്കാലിറ്റി അല്ലല്ലോ നോക്കേണ്ടത്. 15 ദിവസമാണോ 14 ദിവസമാണോ എന്നുള്ളതല്ല. ഇതൊരു മെസ്സേജാണ്, ഇതൊരു സന്ദേശമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ ചവിട്ടിയരക്കാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി ഭരണകൂടം ഒരാളെ മുന്നിൽ വെച്ചുകൊണ്ട് കളിക്കുന്ന ഈ സുഖകരമല്ലാത്ത ജനാധിപത്യ കളിക്ക് പ്രതീകാത്മകമായി കൊണ്ടുള്ള പ്രതിഷേധമാണ് ഈ അവിശ്വാസ പ്രമേയം. അത് ചർച്ച ചെയ്യുന്നത് പാർലമെന്റിനകത്താണ് എങ്കിലും അത് ഇന്ത്യയിലെ ജനാധിപത്യവാദികളായ മുഴുവൻ ആളുകളെയും മനസ്സിനകത്ത് അത് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ മാധ്യമങ്ങൾക്കകത്ത് ഈ ചർച്ച കൊണ്ടുവന്നത്. ആ ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വം നിറവേറ്റുന്നതാണ് ഈ പ്രമേയം എന്ന വാദം പ്രതിപക്ഷം മുന്നോട്ട് വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന് സമാധാനം പറയേണ്ടതായ ഉത്തരവാദിത്വം രാജ്യസഭാധ്യക്ഷനെതിരെയാണ് അവിശ്വാസ പ്രമേയമെങ്കിലും BJPക്ക് ഇതേക്കുറിച്ച് മറുപടി പറയേണ്ടതായി വരുന്ന സാഹചര്യം ആ രാഷ്ട്രീയത്തെ കൂടി അത് ബന്ധപ്പെടുന്നു, ആ രാഷ്ട്രീയവുമായി കൂടി അത് ബന്ധപ്പെടുന്നു എന്നുള്ള ഇടത്താണ്.